Where are you now? Can I get your zone? Yes, come to join us, sir. Okay. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലൊക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ മാർക്കറ്റിൽ നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ടാ? ബോംബാ? ഇത് മിസൈലല്ലേ മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം. എങ്കിൽ യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്. ഡിസ്ക് ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് വൈകുന്നേരം റൂമിൽ എത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാശ് കാണുന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നും കാശ് ഇരുന്നാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോനെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ടി ഏൽപ്പിക്കണം. സ്വന്തം മോളിലെ പുയ്യാപ്പിള, അതും ഒന്നാം തരം കൗമ വീടുണ്ടായിട്ടും ഒരു നിലം വരില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്ദൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ പടച്ചോനെ നിരക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ന ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരിക്കേന്ന് അവിടെ ഞാനിപ്പോ വരാം. എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ, പണിസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ടത് ഞാൻ. ആ എന്നോട് ഒരക്ഷരം പോലും പറയാതെ ഒരു ദിവസം എങ്ങോട്ടോ പോയി. എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചതറിയോ? എന്തിനിത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു? എല്ലാം എനിക്ക് മനസ്സിലായി. കുഞ്ഞുണ്ണി മുതലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരെ സമരം ചെയ്തതിന് ഇവിടെ വിളിച്ചു വരുത്തി പ്രതികാരം അല്ലേ? ചൈനയിലോ ക്യൂബയിലോ പോവാമെന്ന് ഞാൻ പറഞ്ഞതാണ്, സമ്മതിച്ചില്ല. ദുബായിൽ നിറച്ച് പണം കായ്ക്കുന്ന പനയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും കാലം ഒരു പനയും ഞാൻ കണ്ടില്ല. ഇനി കരുടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏത് കുഞ്ഞുണ്ണി മുതലാളി? ലേബർ സപ്ലൈ ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി. അയാളുടെ തുകൽ ഫാക്ടറിയല്ലേ ഞങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചത്. അതെ, എനിക്ക് ഒരു കുഞ്ഞുണ്ണി മുതലാളിനെ അറിയില്ല, നാട്ടിലെ നിങ്ങളുടെ ഇഷ്യൂസും അറിയില്ല. മുകുന്ദൻ ആകെ കടത്തിലാണ്. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കല്ലിക്കണ്ടി ഹനീഫി ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അവനത് ഏർപ്പാടാക്കിയത്. ഇനി വേറെന്തെങ്കിലും പണി വേണോ പറ, ഞാൻ ശരിയാക്കി തരാം. എനിക്ക് നിന്റെ പണിയും വേണ്ട, നിന്നെ കാണുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ മൂന്നെട്ടിന്റെ കാര്യങ്ങൾ അമ്മാവൻ എന്നെയല്ലേ വിളിച്ച് അന്വേഷിക്കുന്നത്? ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ? മാസാമാസം നക്കാപ്പിച്ചയച്ച കടലിൽ കായം കലക്കണ പോലെ ആവുള്ളൂ. അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്റെ കുറി ചേർക്കാന്ന്. അതാവുമ്പോ ഒന്നിച്ച് വലിയൊരു തുക അടയ്ക്കാലോ. അങ്ങനെ എനിക്ക് ചിട്ടി ചേരണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അബ്ദുള്ള കാട് വെക്ക്, അയാളുണ്ടല്ലോ എന്റെ ചിട്ടിയില്. വീട്ടിലെ ഞാൻ വയറസി തിന്നേം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയിരുന്ന ഇത് ഇവിടെ വരുന്ന എല്ലാ അലവലാദികളുടെയും സ്ഥിരം തട്ടിപ്പാ. 我把钱丢了，已经2天没吃东西了，过一段时间再给。 അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാണ് തന്റെ അമ്മാവന്റെ മോളാ. യു മണി ഐ ഗിവ്, ബട്ട് യു ചൈനീസ് ടേക്കിംഗ് കൊക്കക്കോള? നോ നോ. 钱你应该给我，变成现在这个样子都是因为你。നിക്കട്ടാ നിക്കട്ടോ, ഞാൻ പറയട്ടെ. എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത്? നിങ്ങൾ അവളെ ഈ ഗതിയിലാക്കിയെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? അയ്യോ, അത് അവളുടെ തെറ്റിദ്ധാരണയാണ്. നിനക്ക് ചൈനീസ് അറിയാല്ലേ? ഒന്ന് അവൾ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ചിട്ടിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേ. ചൈനീസ് സഖാക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വിദഗ്ധമായിട്ടാണ്. ശരിയാ, ഭക്ഷണം ആദ്യമായിട്ട് കാണാൻ തോന്നുന്നുണ്ട്. നല്ല സ്പീഡ്. അത് പറയരുത്.
സമയം ഒട്ടും പാഴാക്കാനില്ലാത്തത് കൊണ്ടാണ് ആ ധൃതി. അതെ. ആ അതെ, ഞാൻ ആ കുറി പുസ്തകം കൊണ്ടുവന്നുണ്ട്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പുവെച്ച എന്നാ പേന. ഓക്കേ, ഡൺ. ആ പ്രശ്നം തീർന്നല്ലോ. ഇനി നീ വിഷയത്തിലേക്ക് കിടക്ക്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. അതായത് ചൈനയിലെ കമ്മ്യൂണിസം എവിടം വരെ എത്തി, ഉടനെ തന്നെ അമേരിക്കയെ പിന്നിലാക്കൂ എന്ന് ചോദിക്ക്. 中国下午5点的时候，美国几点？早上5点。 5 കൊല്ലം കൊണ്ട് പിന്നിലാക്കുന്നാണോ? അതെ, 5 കൊല്ലം കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കും എന്നാണ് പറഞ്ഞത്. ഈ വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടി കേന്ദ്രത്തിൽ സെൻട്രൽ ഈ ആജന്മ ശത്രുക്കളായ കോൺഗ്രസിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് മാത്രം. അതുകൊണ്ട് ചൈനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഓ ആയിക്കോട്ടെ. 我听说中国人吃蠕虫是真的吗？ 是的，我非常喜欢吃蠕虫，是干净的，蛇、蝎子、蚂蚁、蜈蚣，还有很多都非常好吃。 ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത്? അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ. സഖാക്കളി AKG, EMS, കൃഷ്ണപിള്ള, നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന്. It is. You know അച്യുതാനന്ദൻ. Opposition. You know പിണറായി. ഈ എനിമീസ് വിചാരിക്കുന്നത് പോലെ അവര് തമ്മിൽ നോ പ്രോബ്ലം, ഗുഡ് ഫ്രണ്ട്സ്. നോ പ്രോബ്ലം. No problem, good friends. ഗുഡ് ഫ്രണ്ട്സ്. നമ്പ്യ സാറേ, സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ, വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഇപ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരിത്? ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടോടെ കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. ആ സിവിഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്ക് തന്നെ എടുക്കണ മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളക്ക് അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോറിൻ തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു. ഈശ്വര, കണ്ടോ ആരാണോ ഭാഗ്യവാൻ? ആർക്കാ? മൂന്നേട്ടനാ. നന്നായി, കൂട്ടത്തിൽ അത്യാവശ്യേ മൂന്നിന് തന്നെയാ. ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ആ ഇക്ക വെറുതെ ബേജാറാവണ്ട. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടിവിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. മുകുന്ദൻ. എന്തുകൊണ്ടൻ? മുകുന്ദൻ. മുകുന്ദൻ ഗോ. ഹലോ. റൂം ക്ലീനിങ് എവറി ഡേ. man. This cleaning Mukundan. Cleaning water, soapody, chule, cleaning Mukundan. 什么？ ഏത് ഷൺമു? 什么？ ആ ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ. മുകുന്ദൻ. ഓയ് എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? മുകുന്ദൻ നോക്കാം, നോക്കാം. യു ഗോ ആൻഡ് മുകുന്ദൻ കം, യു കം.
അല്ലാ രക്ഷപ്പെട്ട്. ഓ പടച്ചോനെ, ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോളുന്ന തോന്നുന്ന. ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. മുകുന്ദൻ നീയായിരുന്നല്ലേ? ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്.我们家打电话说我妈妈生病了，我必须马上回去。可是我没有机票钱，过来看看木空蛋。കരിമുക്ക ഫോൺ എടുത്ത് മുന്തേട്ടനൊന്ന് വിളിച്ചേ. ഹലോ. മുന്തേട്ട ഞാൻ ആ കുറിയുടെ കാശും കൊണ്ട് വന്നതാ. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ജബലലി വരെ പോകാൻ വേണം. മൂന്തേട്ടൻ ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. കരിമിക്കുണ്ട് ഇവിടെ. അവന്റെ ഏതായാലും കൊടുക്കണ്ട. ഓ പിന്നെ ആ ചൈനക്കാരി മൂന്തേട്ടനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണ്ട്. നേരോ? അതെ, അവളുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ. ഈ സ്ഥലം അവൾക്കറിയാം. ശരി ശരി. ഇങ്ങനൊരു കാര്യം ഇത് തന്നെ നോക്കിയേ. എന്തിനൊരു സാക്ഷി വേണമല്ലോ. പൈസ ദേ ഇവളുടെ കയ്യിൽ കൊടുത്തയക്കാനാ പറഞ്ഞത്. $80,000. ഇത് 2000. അപ്പോ 82,000 ദിറം. അതായത് നാട്ടിലെ 10 ലക്ഷം. അതെ. ഇനി ഐശ്വര്യമായിട്ട് മൂന്നൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. 什么Batrus Chiang Ke Muguntan Tahoy Genni Tungbei Hojia Jipiata Nitirta Swenma Shudaja Tripa. 是的。先左转，然后右转，直走第4栋楼的214房间，对吗 ？OK， 是的。Thank you。കരിമുക്ക, നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും 2 പൊറോട്ടയും എടുത്തേ. അല്ല, അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? നീ പറഞ്ഞു. ജബലലിയില്ലേ? ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തന് എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും. ഹലോ, എത്തിയില്ലേ? സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ ഉണ്ട്. മുകുന്ദനാ, ആ പെണ്ണ് ഇതുവരെയായിട്ട് അവിടെ എത്തിയിരുന്നു. എത്തിയിട്ടില്ലേ? ഈശ്വര, ചതിച്ചോ? അവളെവിടെ ഷുമിൻ? അവളുടെ നാട്ടിലേക്ക് പോയല്ലോ. നാട്ടിലേക്ക് പോയി? അതെ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി കാണും. എന്താ പ്രശ്നം? ചതിച്ചു. പൂന്തേട്ടിന് കുറി കിട്ടിയ കാശും കൊണ്ട് അവള് കടന്നു കളഞ്ഞത്. അവളോ? അവളങ്ങനെ ചെയ്യില്ല. സത്യാണോ? എന്തിനാ അവളെ പറയണേ? ധൈര്യമായിട്ട് കാശ് അവളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ അതനുസരിച്ചു. ആ സമയത്ത് സാക്ഷിയായിട്ട് കരിമിക്കുണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാനിപ്പോ കള്ളനായനെ. രാവിലെ ഞങ്ങൾ ഒന്നിച്ചാ മുറിന്ന് ഇറങ്ങിയത്. നാട്ടിൽ പോകുന്ന കാര്യം അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു 10 മണിയായപ്പോ വിളിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു. പെട്ടെന്ന് എന്റെ കയ്യിൽ എടുക്കാൻ കാശൊന്നും ഇല്ലായിരുന്നു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോ കാശ് ശരിയായി, നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ സഖാക്കൾ ഊറ്റങ്ങളുടെ രാജ്യക്കാരുടെ തനി നിറം. ലോകം മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി അയക്കില്ല ഇപ്പൊ അവരുടെ പണി. അവളും ഡ്യൂപ്ലിക്കേറ്റാ. 1.25 രൂപയുടെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ?